പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇത് 25 വയസ്സുകാരൻ ഗൾഫിൽ പോകുമ്പോഴല്ല നീ പറഞ്ഞു കൊടുത്തത്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന LKG മുതൽ പഠിക്കുന്ന മക്കളോട്, 7ലും 8ലും പഠിക്കുന്ന മക്കളോട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളോട്, എടാ പണം വേണമെങ്കിൽ നല്ലതുപോലെ പഠിച്ച് ജോലി ഉണ്ടാകണം, നല്ല നിലയിലാകണം. ആ പണത്തിനോടുള്ള ആർത്തി നീ ഇങ്ങനെ കുത്തിവെച്ചപ്പോ അതാ സൈഡ് ബിസിനസ് തുടങ്ങിയതാ. ഇങ്ങനെ ചെറിയ ചെറിയ പണികളിലൂടെ തുടങ്ങി, ചെറിയ ചെറിയ പണികളിലൂടെ തുടങ്ങി. അവസാനം ഇന്നെത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിന്റെ പൊന്നാര മക്കളെത്തിയല്ലോ. എങ്കിലും അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പാവപ്പെട്ട സ്വഹാബിയാ, മരിക്കാൻ കിടക്കുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ? സാധാരണ ഒരു സഹാബിയല്ല. അബൂദറിന്റെ ചരിത്രം പഠിക്കണം, അബൂദറിന്റെ ചരിത്രം പഠിക്കണം. അബൂദർ ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ വഴിയിലൂടെ നടന്നു പോവുകയാ. അബൂദർ വഴിയിലൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാണ്. പടച്ചവരെ അത്ഭുതപ്പെടുകയാണ്. മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി. ജിബ്രീലേ, ജിബ്രീലേ, എന്റെ അബൂദറിന് നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? ആ പോകുന്നത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? ജിബ്രീൽ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബഇ അശ്വറു ഫിൽ അർളി. ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് മാതാ അബൂദറിനെ അറിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാൻ നബിയേ. ഏത് മലക്കിനോട് ചോദിച്ചാൽ, ഏത് മലക്കിനോട് ചോദിച്ചാൽ അബൂദറിന്റെ പേര് പറഞ്ഞു തരും നബിയേ. മലക്കുകളുടെ ലോകത്തിൽ അറിയപ്പെടുന്ന സ്വഹാബിയാ ആ അബൂദർ റളിയല്ലാഹു തആല അൻഹു. തന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും വൈകുന്നേരം തികയ്ക്കൂല. കള്ളു കുടിച്ച് തീർത്തതല്ല, പെണ്ണ് പിടിച്ച് തീർത്തതല്ല, എന്ത് കിട്ടിയാലും പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കൂല, നാളത്തേക്ക് വേണ്ടി ഒന്നും ചെയ്തു വെക്കൂല. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു ആരെങ്കിലും പൈസ സൂക്ഷിച്ചു വെച്ചാൽ, ആരെങ്കിലും വലിയ വീട് പണിതാൽ വീടിന്റെ മുന്നിൽ പോയിട്ട് പറയുന്ന അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്ക്, പിടിച്ചു പറിക്കുമായിരുന്നു. പാവങ്ങൾക്ക് കൊടുക്കാൻ വഅദ് പറയുമായിരുന്നു. ആ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവസാനം നാട് കടത്തുകയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യന്റെ വീടിന്റെ മുന്നിൽ പോയിട്ട് വഅദ് പറയുന്നത് കാരണം പരാതി വന്നപ്പം നാട് കടത്തുകയാണ്. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനുമില്ലാത്ത മരുഭൂമിയിൽ തന്റെ ഭാര്യയും തന്റെ മക്കളും ഒറ്റ വീട്. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണസമയം എടുത്തപ്പോ തന്റെ ഭാര്യ അടുത്ത് വിളിക്കുകയാ, തന്റെ ഭാര്യ അടുത്ത് വിളിക്കുകയാ, തന്റെ മക്കളെ അടുത്ത് വിളിക്കുകയാ. എന്നിട്ട് പൊരുത്തം ചോദിക്കുകയാ, എന്നിട്ട് പൊരുത്തം ചോദിക്കുകയാ. എന്നിട്ട് മക്കളെ വിളിച്ചടുത്തിരുത്തി, ഭാര്യ വിളിച്ചടുത്തിരുത്തി. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, മക്കളെ, വാപ്പാനെ വെറുക്കല്ലേ, നിങ്ങൾ വാപ്പാനെ വെറുക്കരുത്, നിങ്ങൾ വാപ്പാനെ വെറുക്കരുത്. നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. അബൂദർ റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ വാപ്പ ഒന്നും നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടില്ല. ഉപ്പ കള്ളു കുടിച്ച് തീർത്തതല്ല. ഉപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും മക്കളെ. ഉപ്പാടെ കയ്യിലൊന്നുമില്ല. ഉപ്പ ഇന്നു മരിച്ചാ കഫം തുണി വാങ്ങാൻ പോലും എന്റെ കയ്യിൽ 5 പൈസയില്ല. മക്കളെ, ഞാൻ ഇന്നു മരിച്ചാ എന്റെ കഫം തുണി വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലില്ല. ഒരു നല്ല വസ്ത്രം പോലും ഈ വീടിന്റെ അകത്തില്ല. വാപ്പ അത്രയും പാവപ്പെട്ടവനാ, ഉപ്പ അത്രയും പാവപ്പെട്ടവനാ. പണ്ടത്തെ ഉമ്മമാരെ, നിന്റെ ഉമ്മ ഇങ്ങനെ കഥ പറഞ്ഞു തരുമായിരുന്നല്ലോ. നീ ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുമ്പോ നിന്റെ ഉമ്മ നിന്നോട് പറയും, മോളെ ഇതേ ഉള്ളു മോളെ, കളയല്ലേ, ഇത് ഉപ്പ രക്തം വിയർപ്പാക്കിയതാണ്, കളയരുതെന്ന് പറഞ്ഞു വാരിത്തന്ന ഉമ്മ. അബൂദർ റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറഞ്ഞു കൊടുത്തു, ഉപ്പ മരിച്ചാ കഫം തുണി വാങ്ങാൻ പൈസയില്ല. ഒരു നല്ല കീറാത്ത തുണി പോലും ഈ വീടിന്റെ അകത്തില്ല. എന്നാലും എന്റെ മക്കള് പേടിക്കരുത്, എന്റെ മക്കള് വിഷമിക്കരുത്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയോ? ഉപ്പാനെ കുളിപ്പിക്കണം, ഉപ്പാനെ കുളിപ്പിക്കണം. എന്നിട്ട് എന്നെ ചുമന്നു കൊണ്ടുപോയി വഴിയിൽ വെക്കണം. ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ എന്റെ ജനാസ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ കാത്തു നിൽക്കണം. അതാ ഉംറ കഴിഞ്ഞ് ആരെങ്കിലും വരുന്നത് കണ്ടാ എന്റെ മക്കള് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ. മയ്യത്ത് പുതിയ കഫം തുണിയില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് എന്നെ പൊതിയാൻ പറയണേ മക്കളെ. മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെടുകയാണ്. മക്കളുപ്പാനെ കുളിപ്പിച്ചു, മക്കളുപ്പാനെ കുളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞതുപോലെ ജനാസ ചുമന്നു കൊണ്ടുപോയി വഴിയിൽ വെച്ചിട്ട് കാത്തു നിൽക്കുകയാ. ഒരുപാട് സമയം കഴിഞ്ഞു. അവസാനം നോക്കുമ്പോ ഒരു സംഘം വരികയാ. ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ. ആരാ നേതാവെന്നറിയുമോ? മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, അവരിങ്ങനെ വരുമ്പോ മക്കള് തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാ, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ. കഫം തുണി വാങ്ങാ പൈസയില്ല, കഫം തുണി ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് നിങ്ങൾ കഅബാലയത്തിൽ പോയി ഉംറ ചെയ്തപ്പോ നിങ്ങൾ ധരിച്ച കഫനതാ, നിങ്ങൾ ധരിച്ച ഇഹ്റാമിന്റെ വസ്ത്രമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ പിതാവിന് ഒന്ന് കഫം പൊതിഞ്ഞ് കബറടക്കുവോ? മക്കളവിടെന്ന് പറയുമ്പോ സൽമാനിൽ ഫാരിസ് തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാ ആരാ അല്ലാ, ഇത്രയും പാവപ്പെട്ട സ്വഹാബി ആരാ? മയ്യത്ത് തുണി വാങ്ങാൻ പോലും പണമില്ലാത്ത പാവപ്പെട്ടവനാരാ? മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് ഉയർത്തുമ്പോ കിടക്കുന്നതാരെന്നറിയോ? മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. മുത്തുനബിയേ, പടച്ചവനെ, സൽമാനിൽ ഫാരിസ് തങ്ങൾ വിളിച്ചു പറയുകയാ, സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോ ഏറ്റവും അവസാനമാണ് അബൂദർ കടന്നു വരുന്നത്. ഏറ്റവും അവസാനമാണ് അബൂദർ കടന്നു വരുന്നത്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അബൂദറെ, നീ തനിച്ചാണ് മരിക്കുന്നത്, നിന്നെ തനിച്ചാണ് കബറടക്കുന്നത്, നീ ഒറ്റയ്ക്കാണ് പരലോകത്തേക്ക് കടന്നു വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാ. അതുകൊണ്ട് ഉമ്മമാരെ, പണ
ലോകത്തിന്റെ ആർത്തികളാ, നിന്റെ അത്യാഗ്രഹങ്ങളാ. മക്കളെ കുറിച്ച് ടെൻഷൻ വേണ്ട, പട്ടിണിയാകുമെന്നുള്ള പേടി വേണ്ട. തവക്കൽതു അലല്ലാഹ് നിന്റെ ജീവിതത്തിൽ പറയാ നീ തയ്യാറായ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലൗ അന്നകും കുന്തും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലർസുഖതും കമാ തുർസഖു തയ്ർ തഉദു ഖിമാസാ വതർഹു ബിതാനാ. അല്ലാഹു നിന്റെ ഉപജീവനത്തിലെ ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ തവക്കൽതു അലല്ലാഹ്. മക്കളെ സ്കൂളിൽ വിട്, പഠിക്കാൻ വിട്, നല്ല കാര്യങ്ങൾക്ക് വിട്, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു പഠിപ്പിക്ക്. എന്നിട്ട് മക്കൾക്ക് ഉപദേശം കൊടു. കഞ്ചാവ് കച്ചവടം നടത്താനല്ല, ആവശ്യമില്ലാത്ത കച്ചവടങ്ങൾ നടത്താനല്ല. നിങ്ങളുടെ മക്കൾക്ക് എന്തിനാ ചെറുപ്പത്തിൽ പൈസ? ഞാൻ ചോദിക്കുന്നത്, ഈ 15 വയസ്സുകാരൻ എന്തിനാ ഉമ്മ പൈസ? പിന്നെ വാപ്പ എന്ന് പറഞ്ഞ ഒരു സാധനം വീട്ടിയിരിക്കണ എന്തിനാ? 15 വയസ്സുകാരൻ മൊബൈല് വേണം, നീ ഉണ്ടാക്കിയിട്ട് വേടിയിരടാ. വാപ്പ പറയുക, നീ തന്നെ പൈസ ഉണ്ടാക്കിയിട്ട് മൊബൈൽ മേടിച്ചോ, നിന്റെ ചെലവിനുള്ളത് നീ തന്നെ കണ്ടുപിടിച്ചോ. കഞ്ചാവ് കച്ചവടത്തിന് പോകാതെ പിന്നെ എന്താ കുടിച്ചെടുക്കാൻ പറ്റുമോ? പിന്നെ വാപ്പ എന്ന് പറഞ്ഞ് നീ എന്തിനാ ജീവിക്കണേ? വാപ്പ ഗൾഫ് നാട്ടിൽ കിടന്ന് കുബൂസും വെള്ളവും കുടിച്ചുകൊണ്ട് കഷ്ടപ്പെടുമ്പോ സ്വന്തം മക്കളെ നോക്കാൻ പറ്റാതെ ഇറക്കി വിട്ട് നടക്കുന്ന ഉമ്മമാർ. രാത്രി നിങ്ങൾ ഈ റോഡിലൂടെ ഒന്ന് സഞ്ചരിക്കുക. നിങ്ങൾ രാത്രി വീടിനകത്ത് പുതച്ച് കിടന്നാ പോരാ. രാത്രി കാലങ്ങളിൽ 12 മണി, 1 മണി, 2 മണി സമയത്ത് നിങ്ങളൊന്ന് പോയി നോക്ക്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കടയിൽ ഒരു 20-30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളെയും നിങ്ങൾ കാണൂല. ഈ റോഡിന്റെ ഓരത്ത് കാണുന്ന കടകളിലും കടത്തിണ്ണകളിലും ഒരു 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെയെങ്കിലും കാണണമെങ്കിൽ മംഗലാപുരത്ത് നിന്ന് വണ്ടി കൊണ്ടുപോകുന്ന ലോറിയുടെ ഡ്രൈവറെ കാണണം, അതേ കാണൂ. അല്ലാതെ ഒരു 30 വയസ്സിന് താഴെ മുകളിലോട്ട് പ്രായമുള്ള ആരെയും കാണൂല. ഒരു 25 വയസ്സിന് താഴെ പ്രായമുള്ള പറവകളെ കാണണമെങ്കിൽ ഒന്നിങ്ങനെ ഇറങ്ങി നടന്നു നോക്കണം. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് റൂമിനകത്ത് കിടക്കുന്നു എന്ന് നീ വിചാരിക്കുന്ന മക്കൾ അവിടെ ഉണ്ടോന്ന് പോയി നോക്ക്. ഓരോ ഉമ്മമാര് മക്കളുടെ കയ്യിൽ താക്കോല് കൊടുത്തിരിക്കാൻ, നീ എപ്പോഴെങ്കിലും വന്ന് തുറന്നു കയറ്. നീ രാത്രി 12 മണിക്ക് വന്ന് വിളിച്ച എന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെങ്ങാനും നമ്മുടെ വീട്ടിലേക്ക് പോകാൻ താമസിച്ചാൽ നമ്മുടെ ഉമ്മ ഉറങ്ങോ? നമ്മുടെ വാപ്പ ഉറങ്ങിയാലും ഉമ്മ ഉറങ്ങോ? ഉമ്മ ഇങ്ങനെ മോനെയും കാത്തിരിക്കുക. മോൻ എന്തേ ഒരു അനക്കം കേട്ടാ മോൻ വന്നോ എന്ന് പറഞ്ഞ് കാത്തിരിക്കും ഉമ്മ. നമ്മളെ വീട്ടിലേക്ക് രാത്രി താമസിച്ച് കയറിപ്പോയാൽ ഉമ്മ വഴക്ക് പറയും, ഇവിടെ പോയിരുന്നടാ ഇത്രയും നേരം. അവിടെ ഇവിടെയും കൂട്ടുകാരുടെ കൂടെ നടന്നിട്ട് ഉറക്കം ഒഴിഞ്ഞു, വല്ലതും തിന്നോ മോനെ, വല്ലതും കഴിച്ചോ മോനെ. ഉമ്മ ചോദിക്ക. രാത്രി 11 മണിക്ക് 12 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോ ഉമ്മ വന്നിട്ട് വഴക്ക് പറഞ്ഞിട്ടും ഉമ്മയുടെ തലയിൽ കിടക്കുന്ന ഷാൾ എടുത്തിട്ട്, എൻ്റെ മോന് പടച്ചവനെ തണുപ്പ് വല്ലതും പറ്റിയോ, മഞ്ഞു വീണില്ലേ, പനി പിടിക്കൂലേ എന്ന് പറഞ്ഞ് തല തടകി തന്ന് വീട്ടിൽ കയറ്റിയിട്ട് ചോദിക്കാം, മോനെ വല്ലതും കഴിച്ചോടാ, ഉപ്പാനെ വിളിക്കണ്ട വാ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം തന്ന് വളർത്തുമായിരുന്നു നമ്മുടെ ഉമ്മ. ഇന്നത്തെ പെണ്ണുങ്ങള് മകന്റെ കയ്യിൽ താക്കോല് കൊടുത്തിരിക്കുക, നീ എപ്പോഴെങ്കിലും വന്ന് തുറന്നു കയറിക്കോളാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് നമ്മുടെ മക്കൾ വഴിപിടച്ചു പോകുമ്പോൾ നെഞ്ചത്തടിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല സഹോദരി. നിന്നെ ഒന്നും അല്ല വെറുതെ വിടുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. 5 നേരം നിസ്കരിക്കുന്ന പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയ ഉപ്പമാരൊക്കെ കേട്ടോ, നീയൊക്കെ വെറുതെയാ. ഈ നിസ്കാരവും ഈ നിസ്കാരത്തഴമ്പും ഈ ഇബാദത്തും കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിന്നെ ഒന്നും അല്ല ഒരിക്കലും വെറുതെ വിടൂല. അള്ളാഹു നിങ്ങളെ ഒരുത്തനെയും വെറുതെ വിടൂല. നാളെ പരലോകത്തിലെ ഏറ്റവും നശിച്ച 3 വിഭാഗമാ. കള്ളുകുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനുമല്ല. അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു ഒന്ന് കരുണ പോലും കാണിക്കാത്ത 3 വിഭാഗം. അതിലെ ഒരു വിഭാഗം വാപ്പയാ. തൻ്റെ മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റ് തിരുത്താത്ത വാപ്പ, നിനക്ക് എവിടൊക്കെ തഴമ്പുണ്ടെങ്കിലും നീ എത്ര ഹജ്ജ് ഉംറയും ചെയ്തവനാണെങ്കിലും അല്ല നിന്നെ വെറുതെ വിടത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വിടത്തില്ല റബ്ബ് നിന്നെയായിരിക്കും ആദ്യം നരകത്തിലിടുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹു മക്കളെ ഉപദേശിച്ചത്. മക്കൾ നന്നാകാൻ വേണ്ടി നിസ്കരിക്കാൻ പോലും പോകാതെ കിടക്കുന്ന മക്കളുണ്ട്. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കൾ, എന്തേ നിങ്ങൾ ഖുർആൻ ഓതി നോക്കാത്തത്? നിങ്ങൾ എന്തിനെത്ര ടെൻഷനും ബേജാറാവണത്? എന്തിനെത്ര പേടിക്കണേ? കുടുംബ പ്രാരാബ്ദങ്ങൾ നിന്റെ തലയിൽ വീഴുന്നുള്ള പേടി എന്ന് നീയാണോടെ മനുഷ്യ ഉണ്ടാക്കണേ? അതെന്താ ഇതുവരെ തിരിയാത്ത? എന്താ ഉസ്താദെ, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ആര് ഭക്ഷണം കൊടുക്കും? എൻ്റെ മക്കളെ ആര് കെട്ടിക്കും? എൻ്റെ മക്കളെ ആര് നോക്കും? എടാ, നീ മരിച്ച ആര് നോക്കൂടാ? അതെന്താ ചിന്തിക്കാത്ത? ഒരു ദിവസം നീ ജോലിക്ക് പോയില്ലെങ്കിൽ നിന്റെ കുടുംബം പട്ടിണിയാകുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നീ ചത്ത ആര് നോക്കും? നിന്റെ പെണ്ണും പിള്ളേ. നീ മരിച്ചുപോയാൽ നിന്റെ ഭാര്യയെയും മക്കൾക്കും ആര് ചെലവിന് കൊടുക്കും? നീ കബറിൽ നിന്ന് വന്ന് കൊടുക്കുവോ? ചിന്തിക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത്തിരി കടുത്തു പോയാലും നിങ്ങൾ ക്ഷമിക്കണം. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ഞാൻ ചോദിച്ചത്, എന്ത് നിങ്ങൾ ചിന്തിക്കാത്ത? അള്ളാഹു ചിന്തിക്കാൻ വിറച്ച് ഇറച്ചിക്കോഴിയെ പോലെ ഇങ്ങനെ നടന്നാൽ പോരാ, ചിന്തിക്ക്. അള്ളാഹ് പറഞ്ഞില്ലേ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചിന്തിക്കാൻ. വെറുതെ വയലും കേട്ടിട്ട് എന്തൊക്കെയോ ഓളം കാണിച്ചിട്ട് പോകുന്നതിൽ കാര്യമില്ല. ചിന്തിക്ക്. അള്ളാഹു ചിന്തിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുത്തൻ്റെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള വഴി വേറെയുണ്ടല്ലോ. മരിക്കുന്ന കാലം വരെ നിന്റെ ഭാര്യയും നിന്റെ മക്കളും പട്ടിണി കിടക്കൂല. ഒരാളുടെ മുന്നിലും പിരിവിന് പോകേണ്ട അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള വഴി അള്ളാന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 10:30 എന്ത് വേണം? അള്ളാഹു പറയുന്നു, നീ ഒരു ടെൻഷനും അടിക്കണ്ട, ഒരു ബേജാറും നിനക്ക് വേണ്ട. മരിക്കണ കാലം വരെ നീയും നിന്റെ കുടുംബവും ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ മരിച്ച് നല്ലവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാ